ഹലോ ഓമനക്കുട്ട. ജോർജുട്ടി, ജോർജുട്ടി അമ്മാവനോട് ഇറങ്ങിയിട്ടുണ്ട്. പവിത്രം വന്നില്ലേ? അവനിപ്പോ എത്തും. അതൊക്കെ റെഡിയാണെന്നേ, ആളിക്ക് എത്തിയാ മതി. അളിയ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തോണേ, അമ്മാവന്റെ സ്വഭാവം അറിയാലോ. നീ ധൈര്യമായിട്ടിരിക്കേ, ഞാൻ നോക്കിക്കോളാന്ന്. ആളെത്തിയെന്ന് തോന്നുന്നു. നീ വെച്ചോ. ശരി ശരി ശരി, ഓക്കെ ഓക്കെ, ഞാൻ വെക്കാ. ഓക്കെ. ആലിസേ, ലംബോദരം മാഷ് എത്തിയിട്ടുണ്ട്. നമസ്കാരം മാഷെ. ഞാന് മാഷിനെ കാണണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ഡോക്ടർക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് ഓമനക്കുട്ടൻ എന്നോട് പറഞ്ഞു. അതെ അതെ. ഈ വീട്ടിലെ അസൗകര്യങ്ങളെ കുറിച്ചാണ് പറയാനാണെങ്കിൽ ഒരു കാര്യവുമില്ല. ഈ വീട് വാടകയ്ക്ക് തരുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ വന്ന് കണ്ട് ബോധ്യപ്പെട്ടാണ് ഈ വീട് വാടകയ്ക്ക് എടുത്തത്. അതെ. വാടകയ്ക്ക് എടുത്തതിന് ശേഷം വീട്ടിലെ സൗകര്യങ്ങൾ പോരാ എന്ന് പറയുന്നത് ശരിയല്ല. എന്റെ പൊന്നു മാഷെ, പരാതിയൊന്നുമല്ല. എനിക്ക് പരാതി ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് അവിടെ വന്ന് പറയുമായിരുന്നു. ഇത് വേറൊരു കാര്യമാണ്, ഇവിടെ വെച്ച് സംസാരിക്കേണ്ട കാര്യം. പറയൂ, എന്താണ്? അതായത് എന്റെ ഒരു സുഹൃത്തുണ്ട്, നമ്മൾ ഒരുമിച്ച് പഠിച്ചതാ. അവൻ ജർമ്മനിയിലാ ജോലി ചെയ്യുന്നത്. ഇപ്പൊ അവധിക്ക് വന്നിട്ടുണ്ട്. അവധിക്ക് വന്നപ്പോ എനിക്കൊരു സ്നേഹ സമ്മാനം തന്നായിരുന്നു, ഒരു കുപ്പി വിസ്കി. ഡോക്ടറുടെ മുഖം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ചീർത്ത് പഴുത്തിരിക്കുന്നു. ഇന്നലെ രാത്രി മൂക്കുമുട്ട് അടിച്ചതിന്റെ ക്ഷീണമാണല്ലേ? അയ്യോ, ഞാൻ മദ്യപിക്കത്തില്ല. ഇത് എന്താന്ന് വെച്ചാല് അവൻ സ്നേഹ സമ്മാനമായിട്ട് തന്നപ്പോ ഞാൻ മേടിച്ച് വെച്ചെങ്കിൽ ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ആലീസുമായിട്ട് സംസാരിച്ചു. അപ്പൊ ആലീസ് പറഞ്ഞു, മാഷ് പറയുന്നുണ്ടോന്ന് തോന്നരുത്, പറഞ്ഞോളൂ, മാഷ് കഴിക്കുമെങ്കിലും മാഷിന് ആ കുപ്പി തരാന്ന്. ആലീസിനെ ആദ്യം കണ്ടപ്പോൾ ഒരു അഹങ്കാരിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നീട് ഓരോ തവണ കാണുമ്പോഴും എനിക്ക് ആ ധാരണ കൂടി വന്നു. നിങ്ങൾക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ അതിൽ ദുഃഖം തോന്നുന്നു. എവിടെ കുപ്പി? മാഷ് കുടിക്കൂ? തീർച്ചയായും. പക്ഷേ ചില വ്യവസ്ഥകളുണ്ട്. എന്തൊക്കെയാണ്? 1, കൂടിയ തരം മദ്യമായിരിക്കണം. 2, വെറുതെ കിട്ടുന്നതായിരിക്കണം. അല്ല, മദ്യപിക്കുമ്പോ വെറുതെ കാശ് കൊടുത്ത് അങ്ങനെ കഴിക്കുന്ന ആളല്ല മാഷ് എന്നാ പറഞ്ഞത്. അതൊരു നല്ല സ്വഭാവം. അങ്ങനെ കയ്യിലെ സ്വന്തം പൈസ മുടക്കി മദ്യപിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. ഇല്ല ഇല്ല. എവിടെ കുപ്പി? അകത്തോണ്ട് മാഷോ. ആയിക്കോട്ടെ, നടന്നോളൂ. വെള്ളം ഞാൻ ഉപയോഗിക്കാറില്ല. മുന്തിയ ഇനം തന്നെ, വിദേശിയാണല്ലോ. നോക്കൂ, ഡോക്ടറുടെ സുഹൃത്തിന് ജർമ്മനിയിൽ എന്താണ് ജോലി എന്ന് പറഞ്ഞത്? ഡോക്ടറാ. മിടുക്കൻ, ഡോക്ടറാണല്ലേ. ഡോക്ടർ തന്നെ മദ്യം മേടിച്ചു കൊടുക്കും. കുടിച്ച് കരള് പാടുമ്പോ ഡോക്ടർ തന്നെ ചികിത്സിക്കാമല്ലോ, കാശും ഉണ്ടാക്കാം. മിടുക്കൻ. ജോർജ് കുട്ടി മദ്യപിക്കാറുണ്ടോ? ഞാൻ പണ്ടേ മദ്യപിക്കില്ല, അങ്ങനെ ഒരു ശീലമില്ല എനിക്ക്. അതെന്താണ്? എനിക്ക് പണ്ട് തൊട്ടിനോട് താല്പര്യം തോന്നിയിട്ടില്ല. വീട്ടിലെ അപ്പച്ചനും ആങ്ങളമാരൊക്കെ. എന്റെ വീട്ടിലുണ്ടല്ലോ, എന്റെ അപ്പച്ചൻ ഒരു ദിവസം ഒരു ബോട്ടിൽ മൊത്തം കുടിക്കും. ഈ പറയുന്ന അപ്പച്ചൻ ഇപ്പൊ ജീവനോടെ ഇരിപ്പുണ്ടോ? പിന്നെ ഭാഗ്യവാൻ. അമ്മച്ചിയും ഇടക്കിടക്ക് കുടിക്കും. അപ്പനും അമ്മയും കുടിക്കുന്ന കുടുംബത്തിലുള്ള പെണ്ണായത്, അതുകൊണ്ടാണ് നന്നാവാത്തത്. വീട്ടിലെ പെണ്ണുങ്ങൾ മദ്യപിക്കാൻ പാടില്ല. മദ്യപിച്ചാൽ ആ കുടുംബം നശിച്ചു പോകും. ഉറപ്പാ. പെണ്ണുങ്ങളായാൽ വീട്ടു ജോലി ചെയ്ത് അടക്കവും ഒടുക്കത്തോടു കൂടി ഭർത്താവിനെയും മക്കളെയും നോക്കി വീട്ടിലിരിക്കണം. അതാണ് അന്തസ്. മാഷു ഒന്നുകൂടെ കഴിക്കണം. കഴിക്കാം. അതുകൊണ്ടായിരിക്കും സുലോചന ജോലിക്ക് വിടാത്തതല്ലേ? സുലോചനയ്ക്ക് ജോലിക്ക് പോകാൻ ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷെ ഞാൻ വിട്ടില്ല. പെണ്ണുങ്ങൾ ജോലിക്ക് പോയി വീട്ടിൽ കാശ് കൊണ്ടുവന്ന് ജീവിക്കേണ്ട ഗതികേട്ടൊന്നും എനിക്കില്ല. നോക്കൂ, കഴിച്ചിട്ട് പറഞ്ഞു. ഡോക്ടറോടുള്ള ബഹുമാനവും എനിക്കതാണ്. ഈ സ്ത്രീയെ ജോലിക്ക് വിട്ടില്ലല്ലോ. അത് ഇച്ചാന് താല്പര്യമായിട്ടല്ല, എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാ. ഓമനക്കുട്ടന് ഇപ്പൊ ഒരു സ്ഥിര വരുമാനം ഇല്ലല്ലോ. സുലോചനയ്ക്കും ജോലിയില്ല. സുലോചന ഇപ്പൊ എന്തെങ്കിലും ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു വരുമാനം വരുമല്ലോ. അപ്പം അവർക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ അതൊരു നല്ലതല്ലേ?
അങ്ങനെ എന്റെ മകളുടെ വരുമാനം കൊണ്ട് അവൻ ജീവിക്കട്ടെ. അവനൊരു ഒന്നാം തരം സർക്കാർ ജോലിയുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ എന്റെ മകളെ അവനെ കെട്ടിച്ചു കൊടുത്തത്. അത് ശരിയാ. അവനാണെങ്കിലോ ഒരു ഭൂലോക മടിയൻ. നോക്കൂ, അവൻ എന്താ ഇപ്പൊ ചെയ്യുന്നത്? ലീവ് എടുത്ത് വീട്ടിൽ നിന്ന് ബിസിനസ് നോക്കുന്നു. മാഷ് ഒരു കാര്യം മനസ്സിലാക്കണം. ഇക്കാലത്ത് ഒരു സർക്കാർ ഉദ്യോഗം കൊണ്ട് ഒരു കുടുംബമൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ബിസിനസ് ആകുമ്പോൾ അതിന് അത്രയും കാശ് വരും. ഡോക്ടർ എന്താണ് സർക്കാർ ജോലി കളഞ്ഞൊരു ബിസിനസ് നോക്കാത്തത്? എനിക്ക് അതിനുള്ള കഴിവില്ല. ഓമനക്കുട്ടൻ അതുണ്ട്. പിന്നെ അവന് നല്ല കഴിവാണ്. അവൻ ഇതിനു മുമ്പ് ഒരുപാട് ബിസിനസ് നോക്കിയതാ, ഒക്കെ പൊട്ടി. കഴിവുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ പൊട്ടുമായിരുന്നോ? അതിപ്പം എല്ലാ ബിസിനസ്സും അങ്ങനെ പൊട്ടണമെന്നില്ല. ഇതൊരു ഭാഗ്യം എന്ന് പറയുന്ന ഒരു ഘടകവും ഉണ്ടല്ലോ. ഇനി ചിലപ്പം അടുത്തതിൽ വിജയിച്ചാലും ആയും. തോൽവി എന്ന് പറയുന്നത് വിജയത്തിന്റെ മുന്നോടിയാണല്ലോ. അതെ അതെ. ഇതുപോലുള്ള സിദ്ധാന്തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആ മണ്ടനും പറയാറുണ്ട്. നോക്കൂ, ഒരു മിനിറ്റ്. ഇതും കൂടെ അടിച്ചു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. മിസ്റ്റർ ജോർജ് കുട്ടി, നിങ്ങൾ വിളിച്ചു വരുത്തി എനിക്ക് ഈ മദ്യം തന്നത് എന്നുള്ളത് ശരിയാണ്. നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയത് കൊണ്ടാണ് എനിക്കിത് തന്നതെന്നും എനിക്കറിയാം. അതിന്റെ പേരിൽ ഇതേ എന്നെ ഉപദേശിക്കാനൊന്നും വരരുത്. ഒരു നാറുകളും എന്നെ ഉപദേശിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ലംബോദരൻ മാഷേ, ആ, മാഷിന് കൊറേ സ്വത്തുക്കളൊക്കെ ഉള്ളതല്ലേ? ഉണ്ടെങ്കിൽ അപ്പൊ അതിൽ നിന്ന് ഒരു ഇത്തിരി കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ ഓമനക്കുട്ടൻ സാറൻ രക്ഷപ്പെടൂല്ലേ? ഇയാളുടെ സ്വഭാവം മാറി വരുവാണല്ലോ. പെണ്ണുങ്ങളുടെ ഉപദേശം ഞാൻ സ്വീകരിക്കാറില്ല. കേട്ടിട്ടില്ലേ, പെൺബുദ്ധിയാണെന്ന്? പെണ്ണുങ്ങളുടെ ഉപദേശം കേട്ട് ജീവിച്ചവന്മാരെല്ലാം പണ്ടാരമടങ്ങിയിട്ടേ ഉള്ളൂ. നിർത്തടോ. താൻ കൊറേ നേരമല്ല പെണ്ണുങ്ങളെ കുറ്റം പറയാൻ തുടങ്ങിയിട്ട്. താൻ ആരാന്ന തന്റെ വിചാരം? അലിസ വേണ്ട. ഈ ചൈനയാണ് നിങ്ങൾക്ക് പെണ്ണുങ്ങളോട് ഇത്ര പുച്ഛം? അങ്ങോട്ട് മാറിക്കേ. ഡോ, അതെ, താൻ ആദ്യം വന്നപ്പോ എന്തുവാ പറഞ്ഞത്? സ്ത്രീകള് മദ്യപിക്കാൻ പാടില്ലെന്ന്. സ്ത്രീകള് മദ്യപിച്ചാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴുവോ? വീഴുവോ? തനിക്ക് കാണാടോ? തന്റെ ഗ്ലാസ് എനിക്ക് വേണ്ട. സുലോചനയുടെ ഉച്ചി താൻ കണ്ടോ കേട്ടാ, താൻ കണ്ടോ? കണ്ട കണ്ട സ്ത്രീകളെ മദ്യപിച്ചത് കണ്ട? ആണുങ്ങൾക്ക് കുടിക്കാമെങ്കിൽ പെണ്ണുങ്ങൾക്കും കുടിക്കാം. ആണുങ്ങൾക്ക് ജോലി എടുക്കാമെങ്കിൽ പെണ്ണുങ്ങൾക്കും ജോലി എടുക്കാം. മനസ്സിലായോ? ഞാൻ പറയുന്നു. എന്റെ ഈച്ച, ഈ ആളുടെ അഹങ്കാരം ഞാൻ മാറ്റിത്തരാന്ന്. ഞാൻ ആദ്യം ചോദിച്ചതിന് താ സമാധാനം പറ. താൻ ആരാ? ലംബോദരൻ മാഷ്. മര്യാദക്ക് സംസാരിക്കണോ? ലംബോദരൻ മാഷ്. മാഷ, താൻ ഏത് സ്കൂളിലാണോ പഠിപ്പിച്ചിരിക്കുന്നത്? ഡോക്ടർ, ഈ സ്ത്രീക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഭ്രാന്ത് തന്റെ അപ്പന്. വെറുതെ കിട്ടിയ കള്ളും വലിച്ചു കയറ്റിട്ട് താൻ വലിയ ആളാവാൻ നോക്കുന്ന ദയിച്ചായ. ഇയാളോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇയാളെ നന്നാവാൻ പോകുന്നില്ല. ഇയാള് സ്വത്തെല്ലാം കൂടെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കും. ഒരു ദിവസം വല്ല പാമ്പ് കടിച്ചാ ഇടിവെട്ടി ഇയാൾ അങ്ങ് ചാകും. അപ്പഴേ സുലോചനയ്ക്ക് സ്വത്ത് മൊത്തം കിട്ടും. അതേ നടക്കൂ. എഴുന്നേക്കണോ? എഴുന്നേക്കണോ? വിളിച്ചു വരുത്തിട്ട് അപമാനിക്കുകയാണ്. ഇപ്പൊ അപമാനിച്ചതേ ഉള്ളൂ, ഇനി അടിയായിരിക്കും അടി. എഴുന്നേക്കണോ? ഒരെണ്ണം കൂടെ അടിച്ചടിച്ചിട്ട് ഇനി ഇതിൽ തൊട്ടാ തന്റെ കൈ ഞാൻ വെട്ടും. ചെല്ലിപ്പോ. എന്റെ പൊന്നു ഡോക്ടറെ, ഇതിന്റെ കൂടെ എങ്ങനെ ജീവിക്കുന്നു? ഡോക്ടർ, ഒരു മിനിറ്റ് കൊണ്ടുവരാമോ? ഒരെണ്ണം കൂടെ അടിച്ചിട്ട് പോവല്ലേ? തന്റെ കൊടയും വടി എന്താന്ന് വെച്ചാൽ എടുത്തോട്ട് പോക്കോ. അല്ല പിന്നെ അലിസ, നീ എന്ത് തോന്നിവാസം അടിക്കി കാണിച്ചേ? എന്ത് തോന്നിയാസം? എന്റെ ഇച്ചായ ഇത്രയും നേരം ഇയാളോട് സംസാരിച്ചിട്ട് ഇച്ചാന് മനസ്സിലായില്ലേ നടക്കാൻ പോണില്ലെന്ന്? ഇയാളുടെ കാല് പിടിച്ചിട്ടും കാര്യമില്ല ഇച്ചായ. ഇതിപ്പോ 2 ചീത്ത വിളിച്ചു എന്നുള്ളൊരു സമാധാനമെങ്കിലും ഉണ്ട്. ഓമനക്കുട്ടനോട് സുലോനോട് ഞാൻ എന്നാ പറയൂടി? അത് ആലീസ് വെള്ളം അടിച്ചിട്ട് പറഞ്ഞാന്ന് പറഞ്ഞാ മതി. എന്നാ? അതിന്റെ മുന്നോടിയായിട്ടല്ലേ ഞാൻ ഒരെണ്ണം എടുത്തടിച്ചത്. കള്ളി, എന്തൊരു കയ്പയച്ചതിന് കത്തിപ്പോയി. ഈ കുടിയന്മാരൊക്കെ എങ്ങനെയാ ഇത് കുടിക്കണത്? സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടാ? നീ ഭയങ്കര സംഭവം.